ഹിജാബ് വിവാദത്തിൽ അനാവശ്യമായി തലയിട്ട് നാണം കെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പുള്ളിയുടെ പെർഫോമൻസിന് നാഷണൽ അവാർഡ് കൊടുത്തില്ലെങ്കിൽ ആ പരിപാടി നിർത്തിക്കോട്ടെ. ഇതിന് ആ മനുഷ്യന് ഹി ഡിസേർവ്സ് എ നാഷണൽ അവാർഡ്. എൻ്റെ അമ്മേ. സ്കൂൾ അധികൃതർ സംസാരിച്ച വിഷയം സമവായമായെങ്കിൽ അത് നല്ലതെന്ന് ശിവൻകുട്ടി. അത് അങ്ങനെ തീരുമെങ്കിൽ തീരട്ടെ. ഈ വിഷയത്തെ ചൂഷണം ചെയ്യാൻ ചിലർ ശ്രമിച്ചുവെന്നും ശിവൻകുട്ടി പറഞ്ഞു. തീർപ്പുണ്ടാക്കോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല. ഒരു ശാന്തമായി പോകുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഗവൺമെന്റ് അതിൽ ഇടപെടും. അപ്പോൾ അവിടെ ഈ വിഷയത്തിൽ പരാതി തന്ന രക്ഷകർത്താവിന് പ്രശ്നമില്ല. അവർ സംസാരിച്ച് പ്രശ്നം തീർന്നെങ്കിൽ പ്രശ്നം അവർ അവസാനിപ്പിച്ചിട്ടാണ്, ഒരു പ്രശ്നമില്ല. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അതിൽ നിന്ന് ഗവൺമെന്റ് വേറെ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, അല്ലാതെ ഒരു കടുത്ത നടപടിയിലേക്കും പോകുന്നില്ല. പിന്നെ അവർക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭയങ്കരം തന്നല്ലേ മാവാ. എന്തൊരു ജ്ഞാനം. ഈ ഹിജാബ് വിവാദത്തിൽ ആദ്യം പറഞ്ഞ മറുപടി ഒന്നുമല്ല ശിവൻകുട്ടി വീണ്ടും ആവർത്തിക്കുന്നത്. ആക്കല്ലേ, തൊഴിൽ രഹിതരെ ആക്കല്ലേ, ഇത് മനഃപൂർവ്വമാണ്. ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ തോറ്റു കൊടുത്തിട്ടില്ല. ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നു. വ്യത്യസ്തമായൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനാവശ്യമായി തലയിട്ട് നാണം കെട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഇവർ മാനേജ്മെന്റും സ്കൂൾ അധികൃതരും സംസാരിച്ചതൊരു സമവായത്തിൽ എത്തുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നൊരു നിഷ്കർഷമായൊരു നിലപാടിലേക്കാണ് ശിവൻകുട്ടി എത്തിയിരിക്കുന്നത്. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. സ്കൂൾ അധികൃതരോട് സംസാരിച്ച് സമവായം ഉറപ്പുവരുത്തട്ടെ, അതിൽ താൻ ഇടപെടേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്നൊരു വളരെ മൃദു സമീപനമാണ് അദ്ദേഹം ഇതിൽ എടുത്തിരിക്കുന്നത്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. ഇന്നലെ അദ്ദേഹം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു സംഭാഷണമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തികച്ചും അദ്ദേഹം ഒരു തവണ പറയുന്നത് അടുത്ത തവണ വീണ്ടും മാറ്റി പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ.